മാത്യു ഹെൻറി, ജോഷ് ഹേസൽവുഡ്, ജസ്പ്രീത് ബുംറ. ഈ സീസണിൽ വൈഭവ് സൂര്യവംശി എന്ന 15-കാരൻ അടിച്ചു പറത്തിയ രാജ്യാന്തര പേസർമാരുടെ പട്ടികയാണിത്. എന്നാൽ ആരെയും കൂസാതെ മുന്നേറുന്ന വൈഭവിനെ അപ്രതീക്ഷിതമായി 24-കാരൻ പൂട്ടിട്ടു. ഹൈദരാബാദ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രഫുൽ ഹിംഗെ. ബുംറയെ നേരിട്ട അതേ ഇൻറ്റൻറ്റിൽ ആദ്യ പന്തിൽ തന്നെ അരങ്ങേറ്റക്കാരനെ ഗാലറിയെത്തിക്കാനുള്ള വൈഭവിൻ്റെ പ്ലാൻ തെറ്റി. എഡ്ജായി നേരെ വിക്കറ്റ് കീപ്പർ സലിൽ അറോറയുടെ കൈകളിൽ വൈഭവ് കുടുങ്ങി. വാട്ട് എ ഡ്രീം സ്റ്റാർട്ട് ഫോർ ഹിംഗെ. കമന്ററി ബോക്സിൽ നിന്ന് ഈ സമയം കേട്ടത് ഇങ്ങനെയായിരുന്നു. ഓറഞ്ച് പുതച്ച ഹൈദരാബാദിൽ ആരാധകർ ഇളകിമറിഞ്ഞ നേരം. VIP ബോക്സിലിരുന്ന് മതിമറന്ന് ആഘോഷിക്കുന്ന SRH ഉടമ കാവ്യമാരൻ്റെ ദൃശ്യങ്ങൾ ഈ വിക്കറ്റ് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. ഫസ്റ്റ് ഓവർ ഡ്രാമ അവിടെയും തീർന്നില്ല. ധ്രുവ് ജുറേലിനെതിരെ ഹിംഗയുടെ ബാക്ക് ഓഫ് ദി ലെങ്ത് ഔട്ട്സൈഡ് ഓഫ് ഡെലിവറി. ഡ്രൈവിന് ശ്രമിച്ച രാജസ്ഥാൻ വലങ്കേർ ബാറ്റർ കുമ്പാളുകയാണ്. വിക്കറ്റ് തെറിപ്പിച്ചാണ് പന്തിൻ്റെ സഞ്ചാരം അവസാനിച്ചത്. മികച്ച ഫോമിലുള്ള 2 താരങ്ങൾ മടങ്ങിയതോടെ രാജസ്ഥാൻ അപകടം മണത്തു തുടങ്ങി. ക്രീസിൽ ദക്ഷിണാഫ്രിക്കൻ യങ് സെൻസേഷൻ ലുയാൻ പ്രെറ്റോറിയസ് എത്തി. RRJCയിലെ ആദ്യ മത്സരം. എന്നാൽ ആഞ്ഞടിച്ച പ്രഫുൽ ഹിംഗെ എന്ന കൊടുങ്കാറ്റിൽ ആ ഇടങ്കെയിൻ ബാറ്റർക്കും നിലനിൽപ്പുണ്ടായില്ല. സമ്മർദ്ദ സാഹചര്യം മറികടക്കാൻ വലിയ ഷോട്ടിന് ശ്രമിച്ച പ്രിട്ടോറിയസ് സ്ക്വയർ ലെഗിൽ നിതീഷ് കുമാർ റെഡ്ഡിയുടെ കൈകളിൽ അവസാനിച്ചു. ആദ്യ ഓവർ പൂർത്തിയാകുമ്പോൾ രാജസ്ഥാൻ 3 വിക്കറ്റ് നഷ്ടത്തിൽ കുറിച്ചത് ഒരേ ഒരു റൺ. 19 സീസൺ നീണ്ട IPL ചരിത്രത്തിൽ ആദ്യമായി ഓപ്പണിംഗ് ഓവറിൽ 3 വിക്കറ്റ് വീഴുന്ന അപൂർവ കാഴ്ചക്കും സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചു. 2ാം ഓവർ എറിയാനെത്തിയത് മറ്റൊരു ഡെബ്യൂ പേസർ സാക്കിബ് ഹുസൈൻ. സ്ട്രൈക്കിംഗ് എൻഡിലുള്ളത് രാജസ്ഥാന്റെ വിശ്വസ്തൻ യശസ്വി ജയ്സ്വാൾ. ആദ്യം 3 പന്തുകളിലും റൺസ് കണ്ടെത്താൻ ജയ്സ്വാളിനായില്ല. ഹോം ഗാലറിയിൽ നിന്ന് നിർത്താതാരവകൾ. ഓഫ് സൈഡിന് പുറത്തേക്കെറിഞ്ഞ 4ാം പന്തിൽ ബൗണ്ടറി നേടാനായി ജയ്സ്വാൾ ഉയർത്തിയടിച്ചു. എന്നാൽ ആ ദിനം രാജസ്ഥാൻ്റേതായിരുന്നില്ല എന്ന് വ്യക്തം. ഓവർ പോയിന്റിൽ റെഡ്ഡിക്ക് ക്യാച്ച് നൽകി ജയ്സ്വാളും തിരിച്ചു നടന്നു. 3ാം ഓവർ എറിയാൻ വീണ്ടും പ്രഫുൽ ഹിംഗെ എത്തി. ആദ്യ പന്തുകളിൽ സ്ട്രഗിൾ ചെയ്തെങ്കിലും 5ാം പന്തിൽ ബൗണ്ടറി നേടി RR നായകൻ റയാൻ പരാഗ് കോൺഫിഡൻസ് വീണ്ടെടുത്തു. എന്നാൽ തൊട്ടടുത്ത പന്തിൽ ഓഫ് സൈഡ് ഡ്രൈവിന് ശ്രമിച്ച പരാഗിനും തെറ്റുകയാണ്. എഡ്ജായി സ്ലിപ്പിൽ അഭിഷേക് ശർമ്മയ്ക്ക് ക്യാച്ച് നൽകി മടക്കം. 3 ഓവർ പൂർത്തിയാകുമ്പോൾ സ്റ്റേഡിയത്തിലെ വലിയ സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞു. റൺസിൻ്റെ സ്ഥാനത്ത് 9, വിക്കറ്റിൻ്റെ സ്ഥാനത്ത് 5. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ തന്നെ അത്യപൂർവമായൊരു സ്കോർ കാർഡ്. RR ഡഗ്ഔട്ട് ശോകമുഖമായി. പരിശീലകൻ കുമാർ സംഘകാരുടെ മുഖത്ത് കളി കൈവിട്ടു പോകുന്നതിൻ്റെ എല്ലാ നിരാശയും പ്രകടമായിരുന്നു. എന്നാൽ തുടക്കത്തിൽ നേരിട്ട ആ തിരിച്ചടിയിൽ നിന്ന് രവീന്ദ്ര ജഡേജയും ഡൊണോവൻ ഫെരേരയും രാജസ്ഥാനായി രക്ഷാപ്രവർത്തനം നടത്തി നോക്കി. എങ്കിലും വിജയലക്ഷ്യം ഏറെ അകലെയായിരുന്നു. ഒടുവിൽ തുടർച്ചയായ 4 വിജയത്തിനു ശേഷം രാജസ്ഥാന് ആദ്യ തോൽവി. അല്ല, 2 അരങ്ങേറ്റക്കാർ ചേർന്ന് രാജസ്ഥാനെ കൂട്ടക്കുരുതി ചെയ്തിരിക്കുന്നു. സീസണിലെ തന്നെ ഏറ്റവും പ്രഹരശേഷിയുള്ള ഓപ്പണിംഗ് കോംബോ. വൈഭവിനും യശസ്വിക്കുമെതിരെ പന്തെറിയാൻ 2 യുവ പേസർമാരെ നിയോഗിക്കുമ്പോൾ ഹൈദരാബാദ് ലക്ഷ്യം വെച്ചത് അത്ഭുതങ്ങൾ തന്നെയായിരുന്നു. റിസ്ക് എടുക്കാതെ വിജയമുണ്ടാകില്ലെന്ന സിമ്പിൾ സൈക്കോളജി. ഉനത് കട്ടും ഹർഷൽ പട്ടേലും അടക്കമുള്ള എക്സ്പീരിയൻസ് താരങ്ങളെ പുറത്തിരുത്തിയുള്ള പരീക്ഷണം. ഫ്രാഞ്ചൈസി തങ്ങളിൽ അർപ്പിച്ച വിശ്വാസം ഈ 2 തുടക്കക്കാരും കാക്കുന്നതാണ് പിന്നീട് കണ്ടത്. ഈ 2 അൺക്യാപ്ഡ് താരങ്ങളെ കണ്ടെത്തിയതിൽ ഫുൾ ക്രെഡിറ്റും നൽകേണ്ട ഒരാളുണ്ട്. ഹൈദരാബാദിൻ്റെ ബൗളിംഗ് കോച്ച് വരുൺ ആരോൺ. പ്രഫുൽ ഹിംഗെയും സാക്കിബ് ഹുസൈനും മൈതാനത്ത് വിക്കറ്റ് പെയ്തെടുക്കുമ്പോൾ ഡഗ്ഔട്ടിൽ അതേ ആവേശത്തിലായിരുന്നു വരുൺ ആരോൺ. വിദർഭക്കായി ആഭ്യന്തര ക്രിക്കറ്റിൽ തിളങ്ങിയ പ്രഫുൽ ഹിംഗെ MRF പേസ് ഫൗണ്ടേഷനിലൂടെയാണ് പേസ് ബോളിംഗ് രാഗിമിനുക്കിയെടുത്തത്. പോയ സീസണിൽ വിദർഭക്കായി 10 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്നായി പെയ്തത് 27 വിക്കറ്റുകൾ. രഞ്ജി ട്രോഫി മത്സരത്തിനിടെ 24-കാരൻ്റെ പ്രകടനം കണ്ട വരുൺ ആരോൺ സൺറൈസേഴ്സിന്റെ ട്രയൽസിനായി വിളിക്കുകയായിരുന്നു. ട്രയൽസിൽ മികവ് തുടർന്നതോടെ 30 ലക്ഷത്തിന് നാഗ്പൂരുകാരൻ ഹൈദരാബാദിലേക്ക്. എൻ്റെ അരങ്ങേറ്റത്തിൽ തന്നെ 4-5 വിക്കറ്റ് നേടുമെന്ന് ഞാൻ എവിടെയോ കുറിച്ചു വെച്ചിരുന്നു. പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം ഹിംഗയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ആദ്യ പന്തിൽ തന്നെ വൈഭവിനെ ബൗൺസർ എറിഞ്ഞ് പുറത്താക്കാനാകുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതുതന്നെ സംഭവിച്ചു. കോൺഫിഡൻസ് വ്യക്തമാക്കുന്നതായിരുന്നു താരത്തിൻ്റെ ഓരോ വാക്കുകളും. തൻ്റെ 17ാം വയസ്സിൽ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലൂടെയാണ് സാക്കിബ് ഹുസൈൻ ശ്രദ്ധേയനാകുന്നത്. 2ാം മത്സരത്തിൽ തന്നെ 4 വിക്കറ്റുമായി വരവറിയിക്കുകയും ചെയ്തിരിക്കുന്നു. രഞ്ജി ട്രോഫിയിലും മികച്ച ഫോം തുടർന്നതോടെ IPL സ്കൗട്ടിംഗ് ടീമിൻ്റെ റഡാറിലും ആ പേര് പതിഞ്ഞു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് ആദ്യം ടീമിലെടുത്തത്. എന്നാൽ പ്ലേയിങ് 11-ൽ അവസരം ലഭിച്ചില്ല. ഒടുവിൽ മിനി ലേലത്തിൽ 30 ലക്ഷത്തിൻ്റെ ബേസ് പ്രൈസിന് ബീഹാർ ഗോപാൽ ഗഞ്ചുകാരൻ ഹൈദരാബാദിലെത്തി. പേസിനൊപ്പം സ്ലോ ബോളുകളും മികച്ച രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തും ആദ്യ IPL മത്സരത്തിൽ താരം ഞെട്ടിച്ചു കളഞ്ഞു. ലക്നൌവിനും പഞ്ചാബിനും മുന്നിൽ തലകുലിച്ചു മടങ്ങിയ ഓറഞ്ച് ആർമിയുടെ ശക്തമായ കംബാക്കിന് കൂടിയാണ് ഇന്നലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. ആദ്യ പന്തിൽ അഭിഷേക് ശർമ്മയെ നഷ്ടമായ ഹൈദരാബാദിന് പവർ പ്ലേ ഓവർ അവസാനിക്കുമ്പോൾ സ്കോർ ബോർഡിൽ ചേർക്കാനായത് 51 റൺസ് മാത്രമായിരുന്നു. ട്രാവിസ് ഹെഡ് റൺസ് കണ്ടെത്താൻ പാടുപെടുമ്പോൾ ഇഷാൻ കിഷൻ കൗണ്ടർ അറ്റാക്ക് ദൗത്യം ഒറ്റയ്ക്ക് ഏറ്റെടുത്തു. ഹെഡിന് പിന്നാലെ ക്ലാസിനെ കൂട്ടുപിടിച്ച് മധ്യ ഓവറുകളിൽ തകർത്തടിച്ച കിഷൻ്റെ വിസ്ഫോടന ബാറ്റിംഗാണ് 200 കടക്കാൻ ഹൈദരാബാദിനെ സഹായിച്ചത്. ഇതുവരെ 5 ഇന്നിംഗ്സുകളിൽ നിന്നായി 2 അർദ്ധ സെഞ്ചുറി അടക്കം 213 റൺസാണ് കിഷൻ അടിച്ചെടുത്തത്. IPL റൺ വേട്ടക്കാരിൽ 2ാം സ്ഥാനത്ത്.
പോയ മുസ്താഖ് അലി ട്രോഫിക്കും ലോകകപ്പിനും പിന്നാലെ IPLലും പോക്കറ്റ് ഡൈനാമോയുടെ ഫിയർലെസ് ബാറ്റിംഗ് എക്സിബിഷനാണ് ആരാധകർ സാക്ഷ്യം വഹിച്ചത്. IPL അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ബുംറയെ കണ്ടെത്തിയ ഹാർദിക് പാണ്ഡ്യയുടെ പ്രതിഭ തിരിച്ചറിഞ്ഞ അഭിഷേക് ശർമ്മയെ ലൈംലൈറ്റിലെത്തിച്ച വലിയ കണ്ണിയിലെ ഒടുവിലത്തെ ഉദാഹരണമായി ഇതാ 2 യങ് പേസർമാർ കൂടി. പൊതുവെ ബാറ്റർമാരുടെ പർദീസയായി പറയപ്പെടുന്ന ഹൈദരാബാദ് സ്റ്റേഡിയത്തിലാണ് ഈ വേട്ടയെന്നതും ഇരുവരെയും ശ്രദ്ധേയമാക്കുന്നു. വരും മത്സരങ്ങളിലും ഹൈദരാബാദിൻ്റെ രക്ഷക റോളിൽ അവതരിക്കാൻ പ്രഫുല്ലിംഗയ്ക്കും സാക്കിബ് ഹുസൈനും സാധിക്കുമോ? ശനിയാഴ്ച ചെന്നൈക്കെതിരായി അടുത്ത മത്സരം ഇതിനുള്ള ഉത്തരം നൽകും.